ഡോക്ടർ സൂരജ് കൃഷ്ണ എന്ന ലേബലിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കുട്ടൂസ്, പ്രിയപ്പെട്ട കുട്ടൂസ്, വീട്ടുകാർക്ക് പ്രിയപ്പെട്ട കുട്ടൂസാണ്. 20ാമത്തെ വയസ്സിലെ പഠിച്ചുകൊണ്ടിരുന്ന വേളയിൽ ഡോക്ടറാകണമെന്ന് വിചാരിച്ചുകൊണ്ട് അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരുന്ന വേളയിൽ പെട്ടെന്നൊരു അപൂർവ അസുഖം ബാധിച്ചു മരിച്ചു പോയതാണ് ഈ കുട്ടി. എന്നാൽ മരണശേഷം ഇവൻ വീട്ടുകാർക്ക് നൽകുന്ന അനുഭവങ്ങൾ വളരെ 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 അത്ഭുതകരമായ ഓരോരോ കാര്യങ്ങളുമാണ്. അപ്പോൾ ആ മകനെക്കുറിച്ച് അച്ഛൻ ഇന്ന് സംസാരിക്കുക. കുട്ടൂസ് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബാനറും ലേബലും എല്ലാം നോക്കിക്കേ. അവനെ കാണാൻ പലരും അവിടെ എത്തുന്നുണ്ട്. അവനിഷ്ടപ്പെട്ട പലതും അവന് കാഴ്ചവെക്കുന്നുമുണ്ട് അവിടെ. അപ്പോൾ കുട്ടൂസിനെ കുറിച്ച് അവൻ്റെ അച്ഛൻ സംസാരിക്കുന്നതിലേക്ക് നമുക്കൊന്ന് കേട്ട് നോക്കാം. അത്രയും ആരോഗ്യത്തിൻ്റെ ഉള്ളിൽ അവനുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ടാണ് എല്ലാം തിരക്കുകളുമായി അവന് വേണ്ടി ഒരു ദിവസം എടുക്കുന്നത് 2 ദിവസം സ്റ്റേ ഇപ്പം ഞാൻ സാറിനോട് ജസ്റ്റ് ഇന്നലെ പറഞ്ഞു, സാറേ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം കേട്ടാൽ എത്ര മണിക്ക് പോകാൻ പറ്റും? ഞാൻ സാർ നമുക്കൊരു 9 മണിക്ക് പോകാം. പക്ഷേ ആക്ച്വലി 9 മണിക്ക് പുള്ളി വേറെ പല കമ്മിറ്റ്മെന്റ്സും ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നീടാണ്. പക്ഷെ അപ്പോഴും പുള്ളി വളരെ കൂളാണ്. കാരണം അപ്പം ഇന്നത്തെ 9 മണിക്ക് പോകാം. ഒരു വ്യത്യാസം ഉണ്ടായാലും നമുക്ക് പോകാനില്ല. പിന്നീടാണ് എന്നോട് പറഞ്ഞത് എനിക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആൾറെഡി 9 മണിക്ക് പോകേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, അതൊരു ഓരോരോ നിയോഗങ്ങളാണ്. ഇപ്പം മോൻ്റെ വാർഷികം കഴിഞ്ഞതിന് ശേഷം ചെറിയ സാധനങ്ങളും ഇത്രയും ഭാരമൊക്കെ ആക്ച്വലി അതിന് ശേഷം ഇന്നാണ് വരുന്നത്. അതും ഞാൻ പറഞ്ഞത് അവനെ കൊണ്ട് സാറിനെ കൊണ്ടാകുന്ന ഓരോരോ കാര്യങ്ങളും പറഞ്ഞു വാങ്ങിപ്പിച്ചു എന്നുള്ളതാണ്. സാറ് പോകുന്ന പറയുമ്പോൾ സത്യത്തിൽ ഞാൻ എത്തിപ്പോകാനില്ല. കാരണം ഇതൊക്കെ അവന് ഇഷ്ടമുള്ള കാര്യം അങ്ങനെയൊക്കെ സാധനം മനസ്സിലായിരുന്നു. ഈ മാങ്ങയായിരുന്നാലും ശരി, ഈ ഒരു സാധനമാണ് ദ്രവം മാറ്റിയൊരു സാധനം അവന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനം. ഇതുവരെ നമ്മൾ ഈ ഒരു സാധനം ഇവിടെ മേടിച്ചു നോക്കില്ല. പക്ഷെ അവൻ പോയി ഇറങ്ങി അവൻ മേടിച്ചു എന്നുള്ളത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഒരുപാടെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കാണുന്നത് ഒരുപാട് സമയം സംസാരിച്ചു. കോവിഡ് പെട്ടി കമ്പനി അത് സാറിനെ എന്നുള്ളതാണ്. സാറിനെ ഇങ്ങോട്ട് വരുന്ന വഴിക്കാൻ ഒരുപാട് കാര്യങ്ങൾ. അതായത് ഇവൻ നമ്മളൊരു കല്യാണ ഫംഗ്ഷൻ ഇവിടെ വരുന്ന സമയത്ത് സാറിനൊരു വീട്ടിൽ സാറിന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് നോക്കണം അവൻ്റെ അമ്മൂടെ പിന്നെ അതിനെപ്പറ്റി വേറൊരു ഭയങ്കരമായൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇത് അവിടെ ആ മാവിൻ്റെ ബാക്ക് സൈഡ് താഴെ അവിടെ ഒരു പണ്ട് വിളക്കൊക്കെ വെക്കുകയാണ്. അവിടെ അറിയാനാണ് അവിടെ വിളക്ക് അറിയാൻ എൻ്റെ വൈഫാണ് ആ താഴെ വിളക്ക് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു വനദുർഗം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ആക്ച്വലി അറിയത്തില്ല. ഇവൻ എന്നോട് വന്ന് പറഞ്ഞു വെച്ചാൽ ഞാനിവിടെ വരുന്ന സമയത്ത് ആ വനദുർഗയാണ് ഇവനെ ഫുള്ള് കൺട്രോൾ ചെയ്യുകയും അവനെ ഒരു അമ്മ എങ്ങനെയാണോ കെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ബന്ധു എങ്ങനെയാണോ കെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വേണ്ടപ്പെട്ട ഒരാൾ എങ്ങനെയാണോ കെയർ ചെയ്യുന്നത് ഈ ആദ്യം എൻ്റെ മോനിവിടെ ഒറ്റയ്ക്ക് വളരെയധികം വകച്ചു പോയായിരുന്നു. ഒറ്റയ്ക്ക് ഒന്നും അറിയില്ല. അമ്മ അച്ഛനെ വിട്ടിട്ടുള്ള ആദ്യത്തെ ദിവസം അവനിവിടെ വരുന്ന സമയത്ത് അവന് വേണ്ട എല്ലാ കാര്യങ്ങളും അവനെ അണച്ചു പിടിച്ചത് ആ ഒരു വനദേവതയാണെന്ന് അവൻ വനദുർഗയാണെന്നാണ് വനദേവതയോ വനദുർഗ അങ്ങനെ എന്തൊരു പേരാണ് എന്നോട് പറഞ്ഞത്. ആ ഒരു വനദേവതയാണ് അവനെ അണച്ചു പിടിച്ചതെന്ന്. അവനിവിടെ നിന്ന് വേറെ പലരോട്ടും പോകുന്ന സമയത്ത് ഇവിടെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തത് ആ വനദേവതയാണ്. അത് ശരിയാണ്. കാരണം ഇത്രയും പന്നിയും കാര്യങ്ങളും ഉള്ളൊരു ഏരിയയിൽ ഇതുവരെ നമ്മൾ നട്ടൊരു ചെടിയോ അല്ലെങ്കിൽ അവൻ്റെ ഈ സമാധിയോ അഴുക്കായോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഏകദേശം ഇപ്പം 1 വർഷവും ഏപ്രിൽ മെയ് ജൂൺ ഏകദേശം 3 മാസവും ഇതുവരെ ഇവിടെ നമുക്കൊരു ഇതായിട്ട് തോന്നില്ല. അപ്പം നാം പറഞ്ഞത് എന്തുമാത്രം സത്യമാണെന്നുള്ള കാര്യമാണ്. ഒരു വനദേവതയും കൂടെ അവനെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മോൻ്റെ സോള് ഏത് തലത്തിലെത്തിയിരിക്കാവുന്ന നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതൊക്കെ ഇവ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ. അപ്പം ഇപ്പം ശ്രീനിവാസ പൈസാറുമായിട്ട് ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അവൻ പറഞ്ഞത് എത്രമാത്രം സത്യമാണെന്ന് ഞാൻ ചിന്തിക്കാം. ഞാൻ ഇതേ സ്ഥലത്ത് രാത്രി എന്നെ അവൻ വരുതിച്ചു. പിന്നെ വിഷു കഴിഞ്ഞിട്ട് ഞാനത് വെച്ചതാണ് ഈ പൈസ എൻ്റെ ബാഗിൽ നിന്ന് ഞാൻ കൊണ്ടിട്ടതാണ്. വിഷു കഴിഞ്ഞിട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് രാത്രി 11:54 എന്നെ അവൻ ഇവിടെ വരുത്തിച്ചു. ഇവിടെ ഞാൻ ഇതേപോലെ തിരികെത്തിച്ചു. 12:05 ഞാൻ ഇവിടെ അറിയില്ല. നിങ്ങളൊന്നും ചിന്തിക്കുന്നത് ഇങ്ങനൊരു സ്ഥലത്ത് രാത്രി 12 മണിക്ക് ഞാൻ വരണമെങ്കിൽ എന്നെ പോലെ ഒരു മനുഷ്യനാണ്, എനിക്കൊരു അമാനുഷിക കഴിവ്. ഇവിടെ വരണമെങ്കിൽ അവൻ എത്രത്തോളം പ്രസൻസ് എനിക്ക് തന്നിട്ടായിരിക്കും. ഒരു പേടിയോ ഒരു ഭയവുമില്ലാതെ ഞാൻ വന്നു 12 മണിക്ക്. അപ്പം അത്രയും ഒരു ദിവ്യമായ ഒരു സ്ഥലമാണ്. നമ്മളെ പൈസാര പറഞ്ഞ പോലെ ഒരു സമാധി തന്നെയാണ്. പിന്നെ